ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം പഴയ വാതിൽ കണ്ടെത്തി എന്നാണ് SITയുടെ റിപ്പോർട്ട്. ഇത് സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ വാതിലുകളാണോ എന്ന് ഉറപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെ കൂടുതൽ പരാമർശങ്ങൾ ഒപ്പം SIT റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് വിഷ്ണു? ഉന്മേഷ, നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് ദ്വാരപാലക പാളിക്കപ്പുറത്ത് ഈ വാതിലുമായി ബന്ധപ്പെട്ട് സ്വർണം പൊതിഞ്ഞ നടപടികളിലും ചില ക്രമക്കേടുകളുണ്ട്. അതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് നേരത്തെ അതിൽ പ്രത്യേകം FIR ഇട്ട് തന്നെ അന്വേഷിക്കണമെന്ന് SITക്ക് നിർദ്ദേശം നൽകിയതാണ്. അതിൽ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ചില നിർണായകമായ വിവരങ്ങൾ SIT ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിപ്രകാരമാണ് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ 98-99 കാലഘട്ടത്തിൽ 24 ക്യാരറ്റ് സ്വർണം അത് പൊതിഞ്ഞിരുന്നു. അത് ഏകദേശം 2519 ഗ്രാമാണ് അതിന് പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപത്ത് നിന്ന് പഴയ വാതിൽ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ വാതിലുകളാണോ അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. അത് ഇക്കാര്യം ഉറപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു. യഥാർത്ഥ ശ്രീകോവിൽ വാതിൽ പോറ്റിക്കും കൂട്ടാളികൾക്കും കൈമാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകുകയാണ്. അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം കണ്ടെത്തിയ വാതിൽ പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി എന്നും ഗുരുതരമായൊരു കണ്ടെത്തൽ നിലവിൽ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് SITയോട് ഉറപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഒറിജിനൽ വാതിൽ അത് പോറ്റിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അടിമുടി ദുരൂഹത, അടിമുടി നടത്തിയ ഒരു കൊള്ള, ഇതിന്റെ എല്ലാം ഓരോ വിവരങ്ങളായി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നു. അതിന്റെ പ്രകാരം പുറത്തു വരികയാണ് ഇതൊരു രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അത്തരം വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു കടത്ത് ഇവിടെ നടന്നിട്ടുണ്ട് എന്നൊരു പ്രാഥമിക സംശയം കോടതി പ്രകടിപ്പിക്കുന്നു. അത് കൂടുതൽ ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതിലെല്ലാം വിശദമായ അന്വേഷണം ഉണ്ടാകും. ഉന്മേഷം, SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ അന്വേഷണ പുരോഗതിയിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ടോ? അത് ലഭ്യമാകുന്നുണ്ടോ വിഷ്ണു? ഉന്മേഷ്, SIT സമർപ്പിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിലൊന്ന് ഇന്ന് രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചത് N വാസുവിനെ പ്രതി ചേർത്തുള്ള വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ആ കോടതി അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയിട്ടില്ല. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്നും തന്നെ ആരുടെയും പേരെടുത്തൊരു പരാമർശം റിപ്പോർട്ടിന്മേൽ കോടതി നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ N വാസുവിന്റെ കാര്യം അത് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട 4 കണ്ടെത്തലുകൾ കോടതിയുടെ വിജിലൻസിന്റെ ഭാഗമായി വന്നത്. ഒന്ന്, നിലവിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ക്രമക്കേടാണ്. അതായത് നിലവിൽ PS പ്രശാന്ത് പറഞ്ഞത് നിലവിലെ ഭരണസമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരു തരത്തിലുള്ള ക്രമക്കേട് നടത്തിയിട്ടില്ല, ഞങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ കോടതി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അന്വേഷണ സംഘവും അത്തരത്തിലൊരു നിലപാടെടുക്കുന്നില്ല. ക്രമക്കേടുകൾ, മിനിറ്റ്സിലടക്കം ക്രമക്കേടുകൾ ഇപ്പോഴുള്ള ഭരണസമിതി വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം അഴിമതി നിരോധന നിയമപ്രകാരം ഏതെങ്കിലും തരത്തിൽ നിലവിലെ ഭരണസമിതിക്കെതിരെ അത് ചുമത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് അന്വേഷണ സംഘത്തോട് കോടതി ചോദിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അനിയന്ത്രിതമായ ഒരു സ്വാതന്ത്ര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്? അതായത് ആ സന്നിധാനത്തൊക്കെ എത്തണമെങ്കിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ നമുക്കറിയാം. ഒരു സ്വകാര്യ വ്യക്തിക്ക് അവിടെ എത്തി ആ കട്ടിലപ്പടിയുടെയും വാതിലിൻ്റെയും ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെയും ഒക്കെ പുറത്തു നിന്നൊരു മരപ്പണിക്കാരൻ നന്ദൻ എന്നു പേരുള്ള ഒരു കാർപ്പൻ്ററെ എത്തിച്ചുകൊണ്ടാണ് അതിൻ്റെ അളവെടുത്തത്. സാധാരണഗതിയിൽ അവിടെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഇയാൾ തന്നെ കൊണ്ടുവന്ന് അളവെടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.